സച്ചിൻ ക്രീസിലുള്ളപ്പോൾ നിങ്ങൾ ചെയ്യാവുന്ന പാപങ്ങളെല്ലാം ചെയ്തു തീർക്കൂ. ആരും ഒന്നും അറിയില്ല. ദൈവം പോലും അപ്പോൾ ക്രിക്കറ്റ് കാണുകയായിരിക്കും. സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വർഷങ്ങൾക്ക് മുൻപ് ഏതോ ഒരു ആരാധകൻ ഉയർത്തിയ പ്ലക്കാർഡിലെ വരികൾ ഇങ്ങനെയാണ്: ക്രിക്കറ്റിൽ ഇതിഹാസ താരങ്ങൾ നിരവധിയുണ്ട്, എന്നാൽ ഇതിഹാസങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ ആരാധനയോടെ പ്രകീർത്തിച്ചിട്ടുള്ള താരം സച്ചിൻ അല്ലാതെ മറ്റാരുമില്ല. അത് ക്രിക്കറ്റ് എന്ന മതത്തിൽ ദൈവമെന്ന് ആലേഖനം ചെയ്ത പേരാണ്. ക്രിക്കറ്റിന്റെ സൗന്ദര്യമാണ്. ഒരേയൊരു സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. ഓസീസ് ടീമിന്റെ പ്രതാപകാലത്തെ ഓപ്പണർ മാത്യു ഹെയ്ഡൻ സച്ചിനെ ദൈവമെന്ന് തന്നെ വിളിച്ചത് അതുകൊണ്ടാണ്. ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹം 4-ാം നമ്പറിൽ ഇന്ത്യക്കായി ബാറ്റ് ചെയ്യുന്നു എന്നായിരുന്നു സച്ചിനെ കുറിച്ച് ഹെയ്ഡന്റെ വാക്കുകൾ. ബൗളർമാർ അരങ്ങുവാണിരുന്ന ക്രിക്കറ്റിൽ ഏവരെയും വിസ്മയിപ്പിച്ചാണ് സച്ചിൻ 16-ാം വയസ്സിൽ ഇന്ത്യൻ ടീമിലെത്തുന്നത്. ഇന്നും തകർക്കാനാകാത്ത റെക്കോർഡ്. അരങ്ങേറ്റത്തിൽ വക്കാർ യൂനിസിന്റെ പന്തിൽ മൂക്കിനേറ്റ മുറിവിൽ നിന്ന് ഉതിർന്ന ചോരയാണ് അന്ന് ആ പയ്യനിൽ ശ്രദ്ധിക്കാൻ കാരണമായതെങ്കിൽ പിന്നീട് ക്രിക്കറ്റ് ലോകമാകെ സച്ചിനിൽ വലയം ചെയ്തു. ലോക ക്രിക്കറ്റിൽ ആദ്യമായി സെഞ്ചുറികളിൽ സെഞ്ചുറി എന്ന കൊടുമുടി താണ്ടി. ഏകദിന ക്രിക്കറ്റിൽ ഒരു കാലത്ത് അസാധ്യമെന്ന് കരുതിയ 200 റൺസ് കടമ്പയിലേക്ക് വഴിമരുന്നിട്ടു. ഏകദിനത്തിലും ടെസ്റ്റിലും ഏറ്റവും അധികം റൺസ് എന്ന റെക്കോർഡ്, ടെസ്റ്റിൽ 51 സെഞ്ചുറികളെന്ന അതുല്യ നേട്ടം, ടെസ്റ്റിൽ 200 മത്സരങ്ങളെന്ന ആർക്കും ഇതുവരെ മറികടക്കാനാകാത്ത നാഴികക്കല്ല്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരങ്ങൾ, ലോകകപ്പിൽ ഏറ്റവും അധികം റൺസ്. റെക്കോർഡുകൾ എഴുതി ചേർക്കാൻ ഇനി എത്ര താളുകൾ വേണമെന്ന് ക്രിക്കറ്റ് ലോകം സച്ചിനിൽ ആശ്ചര്യപ്പെട്ടു. ഇന്നും മറികടക്കാനാകാത്ത, ഒരിക്കലും മറികടക്കാനാകാത്ത എത്രയെത്ര റെക്കോർഡുകൾ. ക്രിക്കറ്റിന്റെ എല്ലാം സച്ചിനെന്ന് അടയാളപ്പെടുത്തുമ്പോഴും ഒരു ലോക കിരീടത്തിന്റെ കുറവുണ്ടായിരുന്നു സച്ചിന്റെ കരിയറിൽ. എന്നാൽ അങ്ങനെ അവസാനിപ്പിക്കാൻ ഒരുക്കമായിരുന്നില്ല സച്ചിൻ. നഷ്ടങ്ങൾക്ക് പിന്നാലെ എത്ര ദൂരം, എത്ര കാലം വരെ സഞ്ചരിക്കണമെന്ന് തന്റെ പിൻഗാമികൾക്ക് പിന്തുടരാനുള്ള പാത കാട്ടി സച്ചിൻ. 5 ലോകകപ്പുകളിൽ നിരാശയോടെ മടങ്ങിയിട്ടും സ്വപ്നത്തിന് പിന്നാലെ വീണ്ടും ശ്രമിച്ച സച്ചിൻ ക്രിക്കറ്റിൽ മാത്രമല്ല ജീവിതത്തിൽ തന്നെ പ്രചോദനമാണ്. 2011 ലോകകപ്പിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കിരീടത്തിനായല്ല, സച്ചിന്റെ കിരീടധാരണത്തിനായാണ് രാജ്യം കണ്ണുനട്ടിരുന്നത്. ഒടുവിൽ ശ്രീലങ്കയെ ഫൈനലിൽ വീഴ്ത്തി സ്വന്തം മണ്ണിൽ വാങ്കഡയിൽ സച്ചിൻ ലോക കിരീടം കയ്യിലെടുത്തു. പിന്നീട് ഇതിഹാസ ജീവിതത്തിന് പൂർണ്ണത നൽകി ക്രിക്കറ്റിൽ നിന്ന് മടങ്ങി. വിരമിച്ചതിന് ശേഷം ഒരു വ്യാഴവട്ടക്കാലം ക്രിക്കറ്റ് പൂർത്തിയാക്കുമ്പോൾ പോലും ഒരു ഗ്യാലറിയാകെ ആവേശ കൊടുമുടിയിലെത്തിക്കാൻ സാധിക്കുന്ന വിസ്മയത്തിന്റെ പേരാണ് സച്ചിൻ. ലെജൻഡ്സ് ലീഗ് ക്രിക്കറ്റിൽ 51 വയസ്സുകാരന്റെ ഉജ്ജ്വല ഷോട്ടുകൾ കണ്ട് ക്രിക്കറ്റ് ലോകം അത്ഭുതം കൂറി. ഈ മനുഷ്യനിൽ ഇനിയും ക്രിക്കറ്റ് അവശേഷിച്ചിട്ടുണ്ട് എന്നല്ല, ക്രിക്കറ്റ് സച്ചിനിൽ ഒരിക്കലും അവസാനിക്കില്ലെന്ന് നാം തിരിച്ചറിയുന്ന നിമിഷം. ക്രിക്കറ്റിന് നൽകാവുന്നതെല്ലാം നൽകി, രാജ്യത്തിന് നേടാവുന്നതെല്ലാം നേടിത്തന്ന ഇതിഹാസ പുരുഷന് പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ മാസ്റ്റർ ബ്ലാസ്റ്റർ.